ഗവൺമെന്റ് നഴ്സിംഗ് സീറ്റ് കിട്ടാൻ +2 യഥാർത്ഥത്തിൽ എത്ര മാർക്ക് വേണം? ഇതിന് പിന്നിലെ വലിയൊരു സീക്രട്ട് നിങ്ങൾക്കറിയാമോ? റിസൾട്ട് വരുന്നത് മുതൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുഴുവൻ വിഷയങ്ങൾക്കും A+ ഉണ്ടെങ്കിലേ ഗവൺമെന്റ് സീറ്റ് കിട്ടൂ എന്ന് കരുതി പലരും വലിയ ടെൻഷനിലാണ്. യഥാർത്ഥ അഡ്മിഷൻ പ്രോസസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ടോട്ടൽ +2 മാർക്ക് അല്ല കേരളത്തിലെ നഴ്സിംഗ് അഡ്മിഷനായി നോക്കുന്നത്. LBS റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സയൻസ് വിഷയങ്ങളുടെ മാർക്കുകൾ വെച്ച് മാത്രമുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ വഴിയാണ്. ഇനി മാർക്ക് കൂടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായും സീറ്റ് കിട്ടണമെന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം ഇവിടെ റാങ്കിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ എൻട്രി സ്ട്രാറ്റജിക്കാണ്. വലിയ മാർക്കില്ലാത്തൊരു കുട്ടി സ്മാർട്ടായി കോളേജുകൾ ഓപ്ഷൻ കൊടുത്താൽ അവർക്ക് എളുപ്പത്തിൽ മികച്ച സീറ്റ് കിട്ടും. അതായത് മാർക്ക് അല്പം കുറഞ്ഞാലും ശരിയായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് അഡ്മിഷൻ എന്ന സ്വപ്നത്തിൽ എത്താൻ കഴിയും. LBS അലോട്ട്മെന്റ് പ്രോസസ്സിലെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അഡ്മിഷൻ വളരെ എളുപ്പമാണ്. തെറ്റായ വിവരങ്ങൾ കേട്ട് കൺഫ്യൂഷൻ ആകാതെ അഡ്മിഷൻ നേടാനുള്ള ശരിയായ വഴികൾ ഇപ്പോൾ തന്നെ പഠിക്കുക. കേരള ഗവൺമെന്റ് നഴ്സിംഗ് അഡ്മിഷൻ ക്ലിയർ ആയി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യുക. ഡെയിലി നഴ്സിംഗ് അഡ്മിഷൻ ക്ലാരിറ്റി വീഡിയോസ് കാണാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കേരള ഗവൺമെന്റ് നഴ്സിംഗ് അഡ്മിഷൻ ക്ലിയർ ആയി മനസ്സിലാക്കി റൈറ്റ് ഡിസിഷൻ എടുക്കാൻ ബയോയിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നേക്കും.